ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് രജിസ്ട്രേഷൻ ഓഫ് SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. കമ്പൽസറി ആയിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യണം. ഓർഗനൈസേഷനിൽ ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റും ഗവൺമെൻറ്റിൽ നിന്നുള്ള അസിസ്റ്റൻസും സബ്സിഡീസും കാര്യങ്ങളൊക്കെ ആ ഒരു ഓർഗനൈസേഷന് ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ പല ഓർഗനൈസേഷനും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു SSI ആയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്നില്ല. കാരണം അതിന് ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഒരുപാട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിലെ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായത് കാരണം അവരെന്ത് ചെയ്യില്ല, രജിസ്റ്റർ ചെയ്യില്ല. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള അസിസ്റ്റൻസോ സബ്സിഡീസോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യില്ല, രജിസ്റ്റർ ചെയ്യില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് ഓർഗനൈസേഷൻ ഓൺടർപ്രണേഴ്സിന് ഗവൺമെൻറ്റിൽ നിന്ന് അസിസ്റ്റൻസും സബ്സിഡീസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈസി ആയിട്ട്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സും ഇതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്കീമാണ് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. The Ministry for Micro, Small and Medium Enterprises had in September 2015 notified Udyog Aadhaar to ensure ease of registration. രജിസ്ട്രേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 2015 കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം. ഉദ്യോഗ് ആധാർ ഇസ് എ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് കമ്മത്ത് കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് MSME സെക്ടർ. MSMEയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മത്ത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഈ ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീം വന്നിട്ടുള്ളത്. ഈ ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമാണ്. നമ്മൾക്ക് ഒറ്റ ടൈമിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് തവണ കയറി ഇറങ്ങുക അങ്ങനത്തെ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒറ്റ ടൈമിൽ നമ്മൾ പോവുക, അത് രജിസ്റ്റർ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ആ ഓർഗനൈസേഷൻ എന്തായിരിക്കും, രജിസ്റ്റർ ആയിരിക്കും. ഇത് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റമാണ്. ദെൻ ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം ക്യാൻ ബി filled online on the portal created by Ministry of MSME ക്രിയേറ്റ് ചെയ്ത് MSMEയുടെ പോർട്ടലിൽ, MSME മിനിസ്റ്ററിൻ്റെ പോർട്ടലിൽ ഈ ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, SSI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് രജിസ്റ്റർ ചെയ്യുന്നത്. കമ്മത്ത് കമ്മിറ്റി കമ്മത്ത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഈ ഒരു ഉദ്യോഗ് ആധാർ സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം വന്നിട്ടുള്ളത്. ഇനി ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം, ഉദ്യോഗാണ്. ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം അതെന്താണെന്ന് നോക്കാം. The registration as MSME can be done in two ways. One is online and other is offline. The facility is called Udyog Aadhaar. ഉദ്യോഗാണ് ഈ ഒരു MSME എന്ന് പറഞ്ഞിട്ടുള്ള MSME രജിസ്റ്റർ ചെയ്യുമെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റീനെ പറയുന്ന പേരാണ് ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി. The reason to launch this Aadhaar is to provide maximum benefits to the small and medium scale industries who are registered with the MSME through this Aadhaar number. ഇങ്ങനെ ഈ ഒരു ആധാർ ഈ ഒരു ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ആധാർ നമ്പർ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷന് കിട്ടും. ഈ ഒരു ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനും എന്ത് ചെയ്യും, ഒരു ഗവൺമെൻറ്റിൽ നിന്നുള്ള ബെനിഫിറ്റ്സും ഇൻസെൻറ്റീവ്സും സബ്സിഡീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കിട്ടും. അങ്ങനെ ഈ ഒരു ഓർഗനൈസേഷന് ഗവൺമെൻറ് അസിസ്റ്റൻസും
സബ്സിഡീസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യോഗ് ആധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്നത്. Those industries who are registered with the Udyog Aadhar will be getting the benefit of all government schemes like easy loan, subsidies, etc. ഈ ഒരു സ്കീമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏത് ഇൻഡസ്ട്രീസിനും ഗവൺമെൻറ്റിൽ നിന്നുള്ള അസിസ്റ്റൻസും ബെനഫിറ്റ്സും ഈസി ലോണും സബ്സിഡീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് അവൈലബിൾ ആവും. ദെൻ ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം എന്താണെന്ന് പറയുന്നത് ഇസ് എ 1-page registration form which constitute its self-declaration format under which the MSME made will be self-certified its existence, bank account, promoter or owner's Aadhaar details and other maximum information required. ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ 1-page രജിസ്ട്രേഷൻ, ഒറ്റ പേജിലുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമാണ്. ആ ഒരു പേജ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരിക്കില്ല, ഒറ്റ പേജ് തന്നെ എന്ത് ചെയ്തിരിക്കും, ആ ഒരു രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്തിരിക്കും. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റ് അണ്ടർ സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റ്. അതിൻ്റെ അടിയിൽ സെൽഫ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന കമ്പനിയിലെ വ്യക്തിയാണ്, അതിനാൽ ഈ പറഞ്ഞ മേൽ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യും, എന്നിട്ട് സൈൻ ചെയ്യും. അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് അക്കൗണ്ട്, പ്രൊമോട്ടർ ഓർ ഓണേഴ്സ്, ആ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള അയാളുടെ ആധാർ നമ്പർ, ആധാർ ഡീറ്റെയിൽസ്, മറ്റുള്ള എല്ലാ മാക്സിമം ഉള്ള എല്ലാ മിനിമം ആയിട്ടുള്ള ഇൻഫർമേഷൻസും എന്തിലുണ്ടായിരിക്കും, ഈ ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമിലുണ്ടായിരിക്കും. ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫോമാണ്, സിംഗിൾ 1-page രജിസ്ട്രേഷൻ ഫോമാണ്, ഒറ്റ ഫോമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ടായിരിക്കും, സെൽഫ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും അയാൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും, ഓർഗനൈസേഷൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ദെൻ ഓണറുടെ ആധാർ ഡീറ്റെയിൽസ്, മറ്റെല്ലാ ഇൻഫർമേഷൻസും അതിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം. There shall be no fee for filing the ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം. ഈ ഒരു ഉദ്യോഗ് ആധാർ മെമ്മറണ്ടം ഫില്ല് ചെയ്യണമെങ്കിൽ ഒരു ഫീസും എന്ത് ചെയ്യുക, ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ പേജിലുള്ള രജിസ്ട്രേഷനാണ്. ആ ഫോം നമുക്ക് കിട്ടണമെങ്കിൽ ഒറ്റ ഫീയും നമ്മൾ എന്ത് ചെയ്യേണ്ട, പേ ചെയ്യേണ്ട. അത് ഫ്രീ കോസ്റ്റിൽ നമുക്ക് ആ ഫോം കിട്ടും. ആ ഫോം കിട്ടിയതിന് ശേഷം അതിലുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കാം. To do the registration, he or she has to fill a single form which is available at website. നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ആ ഒരു ഫോം. ആ ഒരു ഫോമിനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുക. On submission of the form, Udyog Aadhar acknowledgement shall be generated and mailed to the email addresses provided in Udyog Aadhar memorandum, which shall contain unique Udyog Aadhar നമ്പർ. നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫില്ലൊക്കെ ചെയ്ത് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് അതിനുശേഷം നമ്മൾ ഉദ്യോഗ് ആധാർ ഫോം എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആക്നോളജ് ചെയ്തതിന് ശേഷം നമ്മൾ അത് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള ഏത് മെയിൽ ഐ ഡിയിലേക്കാണോ ആ ഒരു ഫോം സെൻഡ് ചെയ്യേണ്ടത് അതിൽ പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫോം മെയിൽ ചെയ്യുക. അങ്ങനെ മെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു യുണീക്കായിട്ടുള്ള ഒരു ആധാർ നമ്പർ, ആ ഓർഗനൈസേഷന് യുണീക്കായിട്ട് ഇങ്ങനെ മെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഓർഗനൈസേഷനുള്ള യുണീക്കായിട്ടുള്ള ഒരു ആധാർ നമ്പർ നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ രജിസ്ട്രേഷൻ നമ്പർ. നമുക്ക് കിട്ടുന്ന ആ ഒരു ആധാർ നമ്പറാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷൻ നമ്പർ. അത് 12 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, ഒരു 12 അക്ക സംഖ്യ ആയിരിക്കും ആ ഒരു ആധാർ നമ്പർ. നെക്സ്റ്റ്, ഗൈഡ് ലൈൻസ് ഫോർ ഫില്ലിംഗ് ദ ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം. ഒരു ഓൺലൈൻ ഉദ്യോഗ് ആധാർ ഫോം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സിംഗിൾ ഫോമാണ്, അത് 1-page ഫോമാണ് നമ്മൾ പറഞ്ഞു. ഒറ്റ പേജിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഉദ്യോഗ് ആധാർ ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. To do registration, owner of the enterprises need to fill a single form online or offline available at the site of ministry. ഈ മിനിസ്ട്രിയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യണം. അതിൽ
ഈ ഒരു ഫോം, ദിസ് ഈസ് എ ഫോം ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഈ ഒരു ഫോം എന്താ, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഈ ഒരു ഫോമിൽ ഉണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ ഒരു ഫോമിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആധാർ നമ്പർ. നമുക്ക് ആ ഒരു പേഴ്സൻ്റെ, ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള അയാളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ കമ്പനിയുടെ ആധാർ നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുക ആദ്യം ചോദിക്കുക. അതിനുശേഷം നെയിം ഓഫ് ആപ്ലിക്കൻ്റ്, ആരാണോ ആ ഫില്ല് ചെയ്യുന്നത്, ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നത് ആരാണോ അയാളുടെ ആധാർ കാർഡിലുള്ള അയാളുടെ പേര്. ദെൻ സോഷ്യൽ കാറ്റഗറി. സോഷ്യൽ കാറ്റഗറി എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള അവിടെ നമുക്കുള്ള ഓപ്ഷനിൽ നമ്മൾ സോഷ്യൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ OBC ആണോ, SC ആണോ, ST ആണോ, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഉള്ളതെന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുക. ദെൻ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് പറയുക. ദെൻ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ്, ഫിസിക്കലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് ടിക്ക് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് ടിക്ക് ചെയ്യാം. ദെൻ നെയിം ഓഫ് ഓണ്ടർപ്രൈസസ് ഓർ ബിസിനസ്, നമ്മൾ തുടങ്ങാൻ പോകുന്ന ഓണ്ടർപ്രൈസ് അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പേരെന്താണെന്ന് സ്പെസിഫൈ ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, നമ്മൾ ഏത് ടൈപ്പ് ഓർഗനൈസേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ വിച്ച് വിൽ ഗെറ്റ് പ്രിൻറ്റഡ് ഓൺ MSME സർട്ടിഫിക്കറ്റ്. നമ്മുടെ MSME സർട്ടിഫിക്കറ്റിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ആണെന്ന് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുക. സ്മോൾ ആണോ, മീഡിയം ആണോ, മൈക്രോ ആണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ പാൻ നമ്പർ, പെർമനൻറ്റ് ആധാർ നമ്പർ, ഒരു 10 ഡിജിറ്റ് പാൻ നമ്പർ ആയിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. ദെൻ ലൊക്കേഷൻ ഓഫ് പ്ലാന്റ് ഏത് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള ആ ലൊക്കേഷൻ കൊടുക്കുക. ദെൻ ഓഫീസ് അഡ്രസ്സ്, ആ ഒരു കമ്പനിയുടെ ഓഫീസ് അഡ്രസ്സ് എവിടെയാണെന്നത്, പോസ്റ്റ് അഡ്രസ്സ് പോലെ തന്നെ ഓഫീസ് അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് ആ സ്പെസിഫൈ ചെയ്യുക. ദെൻ മൊബൈൽ നമ്പർ, ആപ്ലിക്കൻറ്റിൻ്റെ, അതായത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആ ആപ്ലിക്കൻ്റ്, അത് മിനിമം ഒരു ഓണറായിരിക്കും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു ഫോമോ അപ്ലൈ ചെയ്യുന്നത് ആ ഓണർ തുടങ്ങിയിട്ടുള്ള ആളായിരിക്കും. അയാളുടെ മൊബൈൽ നമ്പർ സ്പെസിഫൈ ചെയ്യുക. പിന്നെ മെയിൽ ID, അയാളുടെ കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID സ്പെസിഫൈ ചെയ്യുക. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, നമ്മൾ എന്നാണ് ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുക. ദെൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആപ്ലിക്കൻറ്റിൻ്റെ അത് ആ ഫോം ഫില്ല് ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സ്പെസിഫൈ ചെയ്യുക. ദെൻ ബാങ്ക് IFSC കോഡും നമ്മൾ എന്ത് ചെയ്യുക സ്പെസിഫൈ ചെയ്യുക. ദെൻ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി ഓഫ് ഓണ്ടർപ്രൈസസ്, ആ ഒരു ഓണ്ടർപ്രൈസസിൻ്റെ മെയിനായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി എന്താണ്. നമുക്ക് സബ്ബായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ, ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സിൻ്റെ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളതാണ് മെയിൻ ആക്ടിവിറ്റീസിൻ്റെ കൂടെ തന്നെ പല സർവീസും എന്ത് ചെയ്യും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഓർഗനൈസേഷൻ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ദെൻ 17ാമത്തെ NIC 2 ഡിജിറ്റ് കോഡ്, ബിസിനസ് ആക്ടിവിറ്റീനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു NIC കോഡ് ഉണ്ടായിരിക്കും. 2 ഡിജിറ്റ് NIC കോഡായിരിക്കും. ആ NIC കോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ബിസിനസ്, ഇനി ബിസിനസ്സിനായിട്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം മാനുഫാക്ചറിങ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക അതിൽ സ്പെസിഫൈ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്മൾ ആ ഓർഗനൈസേഷനിൽ ടോട്ടലായിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റിൽ മാക്സിമം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നടത്തിയിട്ടുള്ളതെന്ന് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമത്തത് ആധാർ നമ്പർ, നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, സോഷ്യൽ കാറ്റഗറി, ജെൻഡർ, ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ്, നെയിം ഓഫ് ഓണ്ടർപ്രൈസസ് ഓർ ബിസിനസ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, പാൻ, location of plant, office address, mobile number, mail ID, date of commencement of business, bank account number, bank IFSC code, main business activity of enterprise, NIC 2 digit code, additional details about business, number of employees, investment in plant and machinery. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഉദ്യോഗ ആധാർ
ഉദ്യോഗ ആധാർ സ്കീം എന്താന്ന് പറഞ്ഞ് അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഉദ്യോഗ ആധാർ മെമ്മറണ്ടം എന്താന്ന് പറഞ്ഞ് മെമ്മറണ്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ, താങ്ക് യു.